ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ സൗജന്യ ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ കാണിച്ചു തരുന്നത് ഐബ്രോ ത്രെഡ് ചെയ്യുന്ന രീതിയാണ്. ഇന്ന് എൻ്റെ ക്ലാസ്സിന് മോഡലായിട്ടിരിക്കുന്നത് ശ്രീലക്ഷ്മി ചേച്ചിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ത്രെഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് കാണാം. ഫസ്റ്റ് പൗഡർ അപ്ലൈ ചെയ്യുക. വിയർപ്പോ വെള്ളം ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് ഡ്രൈ ആക്കണം. എന്നതിന് ശേഷം വേണം പൗഡർ അപ്ലൈ ചെയ്യാൻ. പൗഡർ ഒരുപാട് വാരി ഇടരുത്, ഹെയർ നന്നായിട്ട് കാണണം. പൗഡർ ഇടുന്നത് കൈ തെന്നാതിരിക്കാനും നല്ലതാണ്. കൈ പിടിച്ചോ, കൈ ഇവിടെ പിടിക്കുക. കൈ കുറച്ചുകൂടി താഴോട്ട് പിടിക്കുക. എടുക്കുകയാണ്. ചുറ്റിയതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവരണം. ഈ കൈയും ഈ കോണാണ് ഹെയറിലേക്ക് കയറ്റുന്നത്. ഈ വി പോർഷനാണ് ഹെയറിനകത്തോട്ട് കയറ്റുന്നത്. നന്നായി ശ്രദ്ധിച്ച് നോക്കണം. ഇങ്ങനെ കൊണ്ടുവരിക. ആദ്യമേ ചെന്ന് ഈ ഭാഗത്തോട്ട് കയറ്റി എടുക്കരുത്. ജസ്റ്റ് താഴെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഈ പുരുകത്തേൽ ഇപ്പോൾ രോമം നന്നായിട്ട് കുറവാണ്. കഴിഞ്ഞ ദിവസം എടുത്തതാണ്. ആദ്യം തന്നെ ഈ ഭാഗം ഒന്ന് ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചിട്ട് താഴെ ഭാഗത്ത് വേണം ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ. കസ്റ്റമറുടെ കൈ ഇതുപോലെ അകലത്തിൽ പോകുമ്പോൾ അത് പിടിച്ച് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഈ ആർച്ച് പോർഷനിൽ വെക്കാൻ പറയണം, എന്നാലേ കുറച്ച് ഷേപ്പ് കിട്ടത്തുള്ളൂ. നന്നായി വലിച്ചു പിടിക്കാൻ പറയണം. താഴെ എടുത്തതിന് ശേഷം മുകൾ ഭാഗവും കൂടി എടുത്തു കൊടുക്കുക. ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ആ ഭാഗം നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാസ് എടുക്കുക. എക്സ്ട്രാ വരുന്ന ഹെയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന ഹെയർ മേളിലോട്ട് ഇങ്ങനെ കോംബ് ചെയ്യുക. ഇന്നലത്തെ തിയറി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ താഴോട്ട് ഇതുപോലെ കോംബ് ചെയ്തിട്ട് അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുന്ന രീതി പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരുവാണ്. ഇപ്പം ഈ ഭാഗത്ത് മാത്രമാണ് കുറച്ച് ഹെയർ കൂടുതലായിട്ടുള്ളത്. ആ വരുന്ന ഹെയർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത്, ഈ മുകൾ ഭാഗത്ത് തിക്നെസ് ഒട്ടും ഉണ്ടാവില്ല. അത് ഞാൻ മുകളിലേക്ക് ചീകി കാണിച്ചു തരാം. അത് ചീകി വെക്കുമ്പോൾ കുറച്ചും കൂടെ തിക്നെസ് ഉണ്ട്. ആ ഹെയർ താഴോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ ഒട്ടും തിക്നെസ് ഇല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം താഴോട്ട് കട്ട് ചെയ്യുവാൻ. പരിചയമില്ലെങ്കിൽ താഴോട്ട് കട്ട് ചെയ്യരുത്. ഇപ്പോൾ ഞാൻ നോർമൽ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഒരുപാട് ഇറക്കി കട്ട് ചെയ്യരുത്. കുറച്ച് മേളിലേക്ക് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ. മുകൾ ഭാഗത്ത് തന്നെ വെച്ച് കട്ട് ചെയ്യണം. ഇങ്ങോട്ട് ഇറക്കരുത്. ഇറക്കുന്ന സമയത്ത് ഇങ്ങനെ മേളിലേക്ക് വരുന്ന ഹെയർ എല്ലാം കയറി ഇറങ്ങിയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇടത് സൈഡിലെ പുരുകാണ് എടുക്കാൻ പോകുന്നത്. ഈ പോർഷനിൽ പിടിച്ചു കൊടുക്കാം. ആദ്യമേ ഇങ്ങനെ കയറ്റി വെക്കരുത്. ഇവിടുന്ന് ഇങ്ങനെ ചരിച്ചു കൊണ്ടുവരണം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ കൈവിരൽ ഉപയോഗിച്ചും
ഇവിടെ ടൈറ്റ് ആയിരിക്കണം, ലൂസായിരിക്കാൻ പാടില്ല. ഇതിങ്ങനെ കൊണ്ടുവന്ന് ഈ ഭാഗം ടൈറ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നൂല് കയറുക, അപ്പോഴാണ് നൂലിൽ ഹെയർ കയറുന്നത്. ഈ ഭാഗമൊക്കെ വളരെ തിന്നായിട്ടായിരിക്കുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. കസ്റ്റമറോട് നന്നായി വലിച്ചു പിടിക്കാൻ പറയണം. വളരെ ശ്രദ്ധയോടെ വേണം തിരികെ എടുത്തു കൊടുക്കുവാൻ. കണ്ണിൻ്റെ ഈ പോർഷനിലൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മെല്ലെ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വലിച്ചെടുക്കരുത്, ഒരുപാട് വലിച്ചെടുക്കരുത്. താഴ്ഭാഗം എടുത്തതിന് ശേഷം കൈ മാറ്റാൻ പറയുക. എന്നതിന് ശേഷം മുകൾ ഭാഗത്ത് എടുക്കുക. നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണമെങ്കിൽ കസ്റ്റമറോട് മുകൾ ഭാഗത്തൊന്ന് പിടിച്ചു കൊടുക്കാൻ പറയാം. ഇറക്കി പിടിക്കല്ലേ, കുറച്ച് കയറ്റിപ്പിടി. ഇതുപോലെ എടുത്തു കൊടുക്കുക. ഒരുപാട് ഹെയർ നമുക്ക് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഷേപ്പ് ചെയ്യരുത്. ഒരുപാട് ഷേപ്പ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് തിന്നായി പോകും. കട്ട് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം, കുരിയും തിന്നാക്കാൻ വിടരുത്. കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം അത് ത്രെഡ് ചെയ്ത് കൊടുക്കുക. കുരുക എടുത്തതിന് ശേഷം അവരോട് ഒരു കൈ പിടിക്കാൻ പറയുക. ചേച്ചി പിടിച്ച് നെറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കുക. നന്നായി വലിച്ചു പിടിക്കാൻ പറയണം. എന്നതിന് ശേഷം ഫോർഗഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. സ്കിന്ന് നല്ല ലൂസായിട്ടാണ് കിടക്കുന്നെങ്കിൽ മാക്സിമം ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറയണം. എക്സ്ട്രാ വരുന്ന ഹെയർ നന്നായി കോംബ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുക. ചില കത്രികൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവും, ചിലത് വളഞ്ഞിട്ടുണ്ടാവും. ഇത് വളഞ്ഞിട്ടിരിക്കുന്ന കത്രികയാണ്. ഈ കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം മാത്രം ഈ ഭാഗത്തോട്ട് പിടിച്ച് കട്ട് ചെയ്യുക. ഈ വളഞ്ഞിരിക്കുന്ന പാർട്ട് നമ്മളിങ്ങനെ മുകളിലേക്ക് പിടിച്ച് കട്ട് ചെയ്യരുത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഇവിടുന്ന് ഹെയർ കയറിപ്പോകും. കട്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗത്ത് എക്സ്ട്രാ എന്തെങ്കിലും എടുക്കുവാനുണ്ടോ എന്ന് നോക്കുക. ഹെയർ ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ചേച്ചിക്ക് പുരികം വളരെ കുറവാണ്. ഈ അടുത്ത ദിവസമാണ് ഞങ്ങൾ എടുത്തത്, അതുകൊണ്ടാണ് ഇത്രയും തിക്നെസ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നത്. കസ്റ്റമറോട് പിരികം എടുത്തതിന് ശേഷം അവരോട് ഒന്നുകൂടി ഒന്ന് കണ്ണിൻ്റെ താഴെ ഒന്ന് വലിച്ചു പിടിക്കാൻ പറയണം. വളരെ ശ്രദ്ധയോടെ നോക്കുക, ഈ ഭാഗത്ത് ഹെയർ എന്തെങ്കിലും ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ഇത്രയും പോർഷൻ മാത്രം ക്ലീൻ ചെയ്യാതെ ഈ ഭാഗം എല്ലാം ക്ലീൻ ചെയ്യണം. രണ്ട് സൈഡും അതുപോലെ നോക്കണം. എക്സ്ട്രാ എവിടെയെങ്കിലും ഹെയർ ഉണ്ടോ എന്ന് നോക്കുക. നോക്കി ക്ലീൻ ചെയ്ത് അത് ഉറപ്പ് വരുത്തുക ഹെയർ ഇല്ലയെന്ന്. ഞാനിപ്പോൾ ഇവിടെ ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.